ഹായ് ഫ്രണ്ട്സ്, ജ്യോതിസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടു. ആദ്യം പുഡിങ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക്, ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം വെള്ളം, വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒന്ന് വറ്റി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ കട്ട പിടിക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ചേർത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ബട്ടറും ഓപ്ഷണലാണ്. ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവറാണ്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ തന്നെ നമുക്കിനിയുള്ള പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗള് ബട്ടറൊക്കെ തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടറോ നെയ്യോ എന്തെങ്കിലും തേച്ചാൽ മതി. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 2 ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പം നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നാവിൽ അലിഞ്ഞു പോകുന്ന പോലത്തെ വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. ഇതിൽ നിങ്ങൾക്ക് കോൺഫ്ലോറും പാലും പഞ്ചസാരയും കുറച്ച് ഏലക്കയുടെ ഫ്ലേവർ മാത്രം ചേർത്ത് ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പിന്നെ ബട്ടർ, വനില, പൈനാപ്പിളൊക്കെ ചേർത്തന്നേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.